ബാക്ക് ടു ഷാപ്സ് മീഡിയ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് ബിരിയാണിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു വ്യത്യസ്തമായ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ ഓൾ എന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തും. നിങ്ങൾക്കിപ്പം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം വേഗത്തിൽ കിട്ടും. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഷ് എടുത്തിട്ടുണ്ട്. ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും നാരങ്ങ നീരൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ എടുത്തത് തക്കാളിയാണ്. 2 തക്കാളി നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പൈസസ് എല്ലാം എടുത്തിട്ടുണ്ട്. സ്പൈസസ് എല്ലാം പെരിഞ്ചീരകമുണ്ട്, ബേസ് ലീഫുണ്ട്, ഏലക്ക ഉണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, പട്ട എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാരറ്റ് നല്ല ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് നമുക്ക് എടുക്കാം. പിന്നെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിത് വേറെ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം വന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ നമ്മുടെ സ്പൈസസ് കൂടെ നമ്മൾ അരയ്ക്കണം. അപ്പം ഇതിന് ബിരിയാണിക്ക് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് അടിപൊളി ഒരു ട്രിക്കാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റായിട്ട് തോന്നും. നമ്മൾ എല്ലാ സ്പൈസസും ആഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതിൽ ചെയ്യേണ്ടതിൽ നമ്മൾ ഈ സ്പൈസസ് 3ആയിട്ടാണ് വീതിക്കുന്നത്. അതിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൽ എല്ലാത്തിലും കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നല്ലപോലെ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്ത് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പാൻ ചൂടായി വന്നപ്പോഴേ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ മീനൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. നല്ല ഡീപ്പ് ഫ്രൈ ആകണ്ട, എന്നാലും പക്ഷേ ഒരുമാതിരി രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ സ്പൈസസിൽ 1/3 ഭാഗം സ്പൈസസ് നമ്മൾ ഇതിലും ചേർക്കണം. അതിനുശേഷം ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ വറുത്ത എണ്ണ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാതെ ഇരിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/3 സ്പൈസസ് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ബാക്കി വരുന്ന സ്പൈസസ് നമുക്ക് ഈ അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ആദ്യം ഒരു ഭാഗം വന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂടെ അരച്ചു, ഒരു ഭാഗം നമ്മൾ വന്നിട്ട് മസാല തയ്യാറാക്കുമ്പോൾ ഇട്ടു, ഒരു ഭാഗം വന്നിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇനി ചോറിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ എണ്ണ കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരും ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ അരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലയൊന്ന് പോയി നോക്കാം. അപ്പം സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സ്പൈസസ് ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പ് കൂടി നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ മസാലകൾ എല്ലാം കൂടെ ചേർക്കാം. മുളക് പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, ഗരം മസാല 1/4 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഈ മസാലയുടെ കൂടെ ഈ മുളക് പൊടികളെല്ലാം ഒന്ന് ചേർന്ന് വഴണ്ട് വരുമ്പോഴേക്കും തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതൊന്ന് വരുമ്പോഴേക്കും നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചോറ് അന്നേരത്തേന് വെന്ത് കഴിഞ്ഞു. ഒരു 20 മിനിറ്റാണ് സമയം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി ഉണ്ടാകുന്ന നമ്മുടെ മസാലയിലേക്ക് വരാം. മസാല നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് ഒന്ന് ആകുമ്പോഴേക്കും നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല. ഫിഷ് വന്നിട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇത് 2 ഭാഗമായിട്ട് മാറ്റണം, ഈ ഫിഷിൻ്റെ മസാല. അപ്പം ഞാൻ ഇതിനെ 2 ഭാഗമായിട്ട് മാറ്റുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ ചോറ്, ഞാൻ അരി വെന്തപ്പം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാർത്ത് വെച്ച ചോറ് നമുക്ക് ഇതിൽ പകുതി ഭാഗം ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് പകുതി ഭാഗം ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 2 ലെയർ മാത്രമാണ് ഇടുന്നത്. 2 ലെയർ ഇട്ടാൽ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ലപോലെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ലെയറൊക്കെ ഇട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. പിന്നെ ഞാൻ മാറ്റി വെച്ചിരുന്ന 2ാമത്തെ ഭാഗം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇത് ലെയർ ഇടുന്നത്. സെക്കൻഡ് ലെയർ ചോറ് കൂടെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് വിതറി കൊടുത്തു. അതിന് ശേഷം ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടെ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ച് വയ്ക്കാം. ഞാൻ അടച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ അടിയിലൊരു അലൂമിനിയത്തിൻ്റെ പാത്രം വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചു. 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇത് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയെടുക്കുമ്പം കുത്തി ഇളക്കാൻ പാടില്ല. നമ്മൾ സൈഡിൽ നിന്ന് ഉള്ളിലോട്ടാണ് ഇളക്കേണ്ടത്. ഒരുപാട് കുത്തി ഇളക്കിയാൽ ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് ഇളക്കണം. ഞാനപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. മീനൊന്നും ഉടഞ്ഞു പോകാതെ വേണ്ടി സൂക്ഷിക്കണം. നമുക്കിതൊന്ന് ഇനി സെർവ് ചെയ്യാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഞാൻ മീനിൽ യൂഷ്വലി ഞാൻ ഫിഷ് ബിരിയാണി വെക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല. നല്ല ചിക്കനും മട്ടനും ഒക്കെ വെക്കുമ്പോഴാണ് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വ്യത്യസ്തമായ രീതിയാണ്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരും. അപ്പം അതുവരേക്കും ബായ്.